കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായിട്ടുള്ള ഒരു വാർത്തയെ തുടർന്ന് എടുത്ത നടപടിയും അതിന് ബാക്കിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ നമ്മുടെ റിസൾട്ട് എല്ലാം തന്നെ സർക്കാരിൻ്റെ തന്നെ പരീക്ഷാ ഭവൻ്റേതായിട്ടുള്ള വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഉത്തർപ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം പരീക്ഷാ ബോർഡിൻ്റേതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നിലവിലുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് kbpe.kerala.gov.in എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ kbpe.org എന്ന പേരിൽ ഒരു വ്യാജ വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വെബ്സൈറ്റിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ട് പല കുട്ടികളും അതിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് അവർ സർട്ടിഫിക്കറ്റുമായിട്ട് നടക്കുകയും ആ മാർക്കുള്ള വ്യത്യാസം കാരണം വീണ്ടും പരാതികളുമായിട്ട് പലപ്പോഴും വരികയും ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥാപനങ്ങളും വന്നിട്ട് വെരിഫിക്കേഷൻ വേണ്ടി അയക്കുമ്പോഴാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് അല്ല എന്ന് ഈ കുട്ടികൾ പോലും ഇത് മനസ്സിലാക്കുന്നത്. അത് കാരണം അവർക്ക് പലതരത്തിലുള്ള കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ അറിയിപ്പായിട്ട് കൊടുക്കണം. സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അവർ കൊടുക്കുന്ന ചില സർട്ടിഫിക്കറ്റുകളാണ്. അത് 600 മാർക്കിലാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അത് കുട്ടികളെ അത് തെറ്റിദ്ധരിപ്പിക്കുകയും ഒരുപക്ഷെ അവർക്ക് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും നഷ്ടങ്ങളുണ്ടാക്കുകയും ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതുകൊണ്ട് സൈബർ സെല്ലിന് പരാതി കൊടുത്തിട്ടുണ്ട്. അത് പൂട്ടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി. പക്ഷേ ഒരു പേരിൽ നിന്ന് പൂട്ടിച്ചു കഴിഞ്ഞാൽ അടുത്ത പേരിൽ വീണ്ടും തുടങ്ങുക എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഒരു ഇത്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട് അതിൽ ആദ്യം നോക്കിയപ്പോൾ A+ ഉണ്ടായിരുന്നു, രണ്ടാമത് നോക്കിയപ്പോൾ A ആണ് കാണുന്നത് എന്നുള്ള ആദ്യം നോക്കുന്നത് തന്നെ തെറ്റായ വെബ്സൈറ്റിലാണ് നോക്കുന്നത് എന്നുള്ളതാണ്. ബോർഡ് ഓഫ് സ്കൂൾ എക്സാമിനേഷൻ കേരള എന്നെഴുതി ഹിന്ദിയിൽ ഒപ്പിട്ടൊക്കെ ഉണ്ട്. അല്ലേ, ഹിന്ദിയിൽ ഒപ്പിട്ട് വെറും മണ്ടനാണ് ഈ കള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അല്ല, https://www.kbpe.org kbpe.org അത് വ്യാജ വെബ്സൈറ്റാണ്. അവരിപ്പോൾ www.keralaboard.org എന്ന പേരിലേക്കും കൂടെ മാറ്റിയിട്ടുണ്ട്. ഇതിൽ വേറൊന്നുണ്ട്. കേരള ബോർഡ് ഓഫ് പബ്ലിക് പരീക്ഷ, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻസ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലേ. ഇന്നലെ അമ്മയുടെ പേര് എലീമ, ക്രമ നമ്പർ പരാതി കൊടുത്തില്ലേ? പരാതി കൊടുത്തിട്ടുണ്ട് സാർ. പക്ഷേ ഈ ഓൺലൈനൊക്കെ അത് ഒരിടത്തു നിന്ന് ഒരു പേരിൽ മാറിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത അടുത്ത പേരിൽ തുടങ്ങുക എന്നുള്ളതാണ്. പക്ഷേ മാധ്യമങ്ങളൊരു പ്രാധാന്യത്തോട് പ്രസിദ്ധീകരിച്ചിട്ട് നമ്മൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതിൽ ഇന്ന് ഇപ്പം തന്നെ നമുക്ക് ഡോക്യുമെൻറ്റ് വന്നിട്ടുണ്ട്. ആ കുട്ടികൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പരീക്ഷാ ഭവൻ്റേതായിട്ട് കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ച് സംശയ നിവാരണം വരുത്തിയതിന് ശേഷമേ ഇത് വിശ്വസിക്കാവുള്ളൂ. നമ്മുടെ വെബ്സൈറ്റിലെ എല്ലാ കുട്ടികളുടെയും പരീക്ഷയുടെ വിശദമായ വിവരങ്ങൾ അവർക്ക് മാത്രം കിട്ടുന്ന രീതിയിൽ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ല, നമ്മുടെ കേരളത്തിൻ്റെ പുറത്തുള്ള ഒരു സ്ഥാപനം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് തട്ടിപ്പിൻ്റെ കാര്യമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.